പേപ്പർ പെൻസ് കയ്യിൽ കിട്ടുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമല്ലേ, ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ എന്തോട് ചെയ്യാമെന്ന്. എന്നപ്പോൾ അങ്ങനെ സംശയിച്ചിരിക്കേണ്ട, നമുക്ക് പേപ്പർ പെൻസ് വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്നിപ്പോൾ 4 ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്നത്. ആ 4 മെറ്റീരിയലും നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പോം ബോൾസ്, ഫോം ഷീറ്റ്, ക്ലേ, പിന്നെ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ്, ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. ഫോം ക്ലേ അധികം യൂസ് ചെയ്യാത്തവർക്ക് പോലും ഈ ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പേപ്പർ പെൻസും ക്ലേയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഫൈനൽ ലുക്ക് അത്രയും വേർത്താണ്. പിന്നെ ഈ ഫ്ലവർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പും ക്ലേ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്ലേ വെച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്നത്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ചെയ്തെടുക്കാനും ഈസിയാണ് കേട്ടോ. പേപ്പർ കോപ്പി ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് അതിൽ ജസ്റ്റ് ഡ്രോ ചെയ്തെടുക്കുക. പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പേപ്പർ പിന്നിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ വരുന്നത് കവായി സ്റ്റിക്കേഴ്സാണ്. അത് നമ്മൾ കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തിരി മിനി സൈസ് ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് സ്പേസ് തീമിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഞാനൊരു പൂവേ ചോദിച്ചോളൂ, പക്ഷെ ഒരു പൂക്കാലം പോലെ പശ വന്നു. അപ്പോൾ അതവിടെ വെച്ചിട്ട് ട്യൂലിപ്പ് ഒട്ടിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ബുക്ക് മാർക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതും സജഷൻസൊക്കെ ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.